ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ലതിക സജീവ്. ഇതെൻ്റെ മകൻ അരുൺ സജീവ്. ഇത് അരുൺ സുവർണ. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ മോൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. മോൻ 60% വൈകല്യമുള്ളൊരു കുട്ടിയായിരുന്നു. അതായത് 1.5 വയസ്സ് വരെ ഫിക്സ് വന്നതായിരുന്നു. ഫിക്സ് വന്ന് അങ്ങനെ ഞാൻ വളരെയേറെ ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അതിൻ്റേതായ രീതിയിൽ കൂടിയൊക്കെ ഞാൻ ഒത്തിരി പോയി. പക്ഷേ അവിടെ അങ്ങും എന്നെ ആരും രക്ഷിച്ചില്ല. ഒരു കല്യാണത്തിന് വേണ്ടി ഒരു കുഞ്ഞേ ഉള്ളൂ എനിക്ക്. ഇവനൊരു കല്യാണം വേണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. അതായത് എൻ്റെ ചേട്ടത്തിയാണ് കൃപാസനത്തെക്കുറിച്ച് ആദ്യം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എൻ്റെ കയ്യിൽ സൗകര്യമായിട്ടുള്ള ഫോണുകളൊന്നുമില്ല, ഒരു സാധാ ഫോണേ ഉള്ളൂ. അങ്ങനെ ഇരിക്കലും 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എനിക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഒരു കാര്യവും എനിക്ക് കിട്ടാതെ പോയി. പ്രയറോ അങ്ങനെയുള്ള കാര്യമൊന്നും കിട്ടിയില്ല. എങ്കിലും ഞാൻ 3 പുതുക്കിയപ്പോഴത്തേക്ക് കൊറോണ അങ്ങ് വ്യാപിച്ചു പോയി, എല്ലായിടും അടച്ച്. പിന്നെ ഇവിടുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കുകയാണ് കൊറോണ അവസരത്തെ എൻ്റെ ചേട്ടത്തിയുടെ മോള് പറഞ്ഞ്, ചിറ്റേ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കുഞ്ഞിനെ ഒന്ന് നോക്കണം ചിറ്റേ, ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ചുമ്മാതിരിക്കുക, ഞാൻ പോകാം, അത് കണ്ണൂരാ. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോയിക്കോളാം, സാരമില്ലെന്ന് പറഞ്ഞു. ചുമ്മാതെ ഇവിടെ ഇരിക്കുമല്ലേ എല്ലാവരും കൂടെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊരു വണ്ടിയാണ്, സ്കൂൾ വണ്ടിയാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് പ്രവർത്തനരഹിതമായല്ലോ കൊറോണ ആയപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്ന്, അതായത് 2020 ഞാൻ പോയത്. അവിടെ ചെന്ന് എല്ലാം ഇങ്ങനെ കൊറോണ ഒരു പരിവമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 2022 ആഗസ്റ്റ് മാസം 13 ഞാൻ, അതിനു മുമ്പ് ഈ നല്ല ഫോണൊക്കെയായി, എനിക്ക് സ്മാർട്ട് ഫോണൊക്കെയായി. അതെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് അച്ഛൻ്റെ ടോക്കുകൾ വന്ന് എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ എനിക്കിവിടെ വരണമെന്ന് അങ്ങ് ഭയങ്കര ആഗ്രഹം. ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ അവർക്ക് ഏജൻസിയെ വേണ്ട, അപ്പം നമ്മൾ തന്നെ നിൽക്കണമെന്ന് പറയും. അപ്പം അങ്ങനെ ഇരിക്കുക, എനിക്കങ്ങ് വീട്ടിൽ പോരണം. അപ്പോൾ എങ്കിലും ഞാൻ അവിടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞില്ല. ഇവിടെ വീട്ടിൽ വന്നിടച്ച് ഞാൻ ഇവിടെ വന്നേച്ച് പിന്നെ ഉടമ്പടി എടുത്ത് സാധാരണ നിലയിൽ ഇവിടെ പറഞ്ഞ കാര്യം പ്രേക്ഷക പ്രവൃത്തിയും കാരുണ്യ പ്രവൃത്തിയും, അതായത് പൊതിച്ചോറ് 2 ദിവസമേ കിട്ടത്തുള്ളൂ. പൊതിച്ചോറ് കൊണ്ടുപോകും, ആ കൊണ്ട് പത്രം മേടിച്ച് എല്ലായിടവും വിതരണം ചെയ്യും. അതായത് ബസ് സ്റ്റോപ്പിൽ, റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ കയറി മാവേലിക്കര, കോട്ടയം എന്നീ സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. 6, 7, 8 കെട്ട് പത്രമൊക്കെ ഞാൻ മേടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ 7 കെട്ട് പത്രം ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി. ഒത്തിരി എടുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണൂരിലോട്ട് പോകുന്ന ദിവസം ആകാറായപ്പോൾ അന്ന് രാവിലെ എൻ്റെ മനസ്സിൽ പറയുന്ന, ഈ പത്രം ഇരിക്കുന്നല്ലോ, ഇത് ഞാൻ ഇവിടെ വെച്ചേച്ച് പോയാൽ മനസ്സിന് സ്വസ്ഥത കിട്ടത്തില്ല. അപ്പം ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് പോയി ഉച്ചയ്ക്ക് മുൻപായിട്ട്, എനിക്ക് ഉച്ച കഴിഞ്ഞ് എനിക്ക് പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ആശുപത്രിയിൽ, അതായത് ഇതിൻ്റെ അമ്മ ആ ആശുപത്രി വർക്ക് ചെയ്യുക. അതിന് ഞാൻ പൊതിച്ചോറുമൊക്കെ കൊണ്ടുചെല്ലുമ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര കാര്യമാണ് എന്നോട്. അപ്പം മോളെ അങ്ങർക്ക് കൊടുക്കണേ, ഇവർക്ക് കൊടുക്കണേ, അവരവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് അവർക്കറിയാം, നിർദ്ധരായിട്ടുള്ളവരെ അവർക്കറിയാം. അപ്പോൾ അവിടെ വേണ്ട, ഈ ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കണ്ട, അവർ കൊണ്ടുവന്ന് വേസ്റ്റിൽ തട്ടുമെന്നൊക്കെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പത്രം ഞാനിങ്ങനെ കൊടുത്തേച്ച് ഇങ്ങനെ വെളിയിലോട്ടിറങ്ങിയപ്പം പുള്ളിക്കാരി വന്ന് എന്നെ ഇങ്ങനെ തട്ടി. അപ്പം തിരക്ക് കുറഞ്ഞ് വെച്ച്, അപ്പം പത്രം കൊടുത്തേച്ച് വെളിയിലോട്ടിറങ്ങിയപ്പോൾ എന്നോട് പറയും, നീ എന്നെ കാണാതെ എന്താ അങ്ങ് പോയത്, നീ ഇങ്ങോട്ട് വാ, ഞാൻ ഫ്രീയാ, നമുക്ക് സ്റ്റാഫ് റൂമിലിരിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോയി. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുന്ന് കാര്യം. അപ്പോൾ ഈ പുള്ളിക്കാരിയെ കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. അന്നേരം എന്നോട് ചോദിച്ചു, നീ എന്തിനാ വിഷമിക്കുന്നേ? അപ്പം ഞാൻ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കാതെ, എനിക്ക് ഒരു മോളുണ്ട്, അവൾക്ക് ഒരിച്ചിരി ഇതുണ്ട്, സാരമില്ല, നമുക്കത് നോക്കാം, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ധൈര്യത്തെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അന്ന് ഞാൻ കണ്ണൂർ, അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പം ഞാൻ അവിടെ പറയും, എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. കാരണം ഈ പ്രയറൊന്നും എനിക്കങ്ങോട്ട് പറ്റുന്നില്ല, എനിക്ക് തന്നെ പറ്റാതായി. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞു, ഞാൻ പോകും, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ വീട്ടിൽ വന്ന് അതായത് ജൂലൈ മാസത്തിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞാൻ വീട്ടിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ അമ്മ എന്നെ വിളിച്ചേച്ച് പറഞ്ഞ് നമുക്കങ്ങ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ നീക്കി. ഡിസംബർ മാസം 21 ഡേറ്റ് എടുത്ത് എന്നോട് പറഞ്ഞ് അങ്ങനെ മെനിഞ്ഞാന്ന് എൻ്റെ പിള്ളേരുടെ കല്യാണമായിരുന്നു. അതിനുവേണ്ടി സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഞാൻ. കൂടാതെ എൻ്റെ ഒരു ബ്രദറും പുള്ളിക്ക് ഇതുപോലെ ഷുഗറടിച്ച് കാലിൻ്റെ മുട്ടുതൊട്ട് മുറിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കാലിൻ്റെ മുട്ടുതൊട്ട് മുറിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാര്യ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനിത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് വെച്ച് ഞാൻ പറഞ്ഞ് എൻ്റെ ലോക്കറ്റ്, അതായത് നമുക്കിവിടുന്ന് ഉടമ്പടി ലോക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ കൊടുത്തു. അന്നേരം ഞാനൊന്നും ഓർത്തില്ല. അതെടുത്ത് ഞാൻ ലോക്കറ്റ് എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു, നീ ഇതും കൊണ്ട് മുറിക്കേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഉറപ്പാന്നോ? ഞാൻ പറഞ്ഞു ഉറപ്പാ, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇതും കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോക്കാം, മുട്ട് മുറിക്കേണ്ട, നമുക്ക് ഈ തള്ളവിരലും 2 കുഞ്ഞു വിരലും കൂടെ മുറിച്ചിട്ട് അതിൽ പഴുപ്പെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടിന് താഴ്വശമൊന്നും മുറിച്ചില്ല, പിന്നെ വിരൽ മുറിച്ച് അതിലേക്കൂടെ പഴുപ്പെടുത്ത്. കൂടാതെ എൻ്റെ ഒരു സുഹൃത്ത് ചേച്ചിയുടെ മകൻ ഇതുപോലെ അവർ ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. അവൻ ഇതുപോലെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവർ നല്ല സ്കൂളുകളിലൊക്കെ വിട്ട് പഠിപ്പിച്ച് നല്ല ഉയരത്തിൽ പോയി അവന് വിദേശത്ത് ജോലി ചെയ്യുക. പക്ഷേ അവർക്ക് ഒരു ഫലവും ഉണ്ടായില്ല. 6 വർഷക്കാലമായപ്പോഴാണ് അവരെ എനിക്ക് സുഹൃത്തായിട്ട് കിട്ടിയത്. മകൻ പോയി 6 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി കാര്യങ്ങളൊക്കെ പറയാം. അന്ന് ഇവരെ ഞാൻ കാണുമ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. 2 പേരും ഭാര്യയും ഭർത്താവ് മരിക്കണ്ട എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെപ്പോലെ ചില സുഹൃത്തുക്കൾ വഴി ഇവർ സമാധാനിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ഈ 2022 ഇവിടെ വന്ന് ഫസ്റ്റ് നിയോഗം ആ ചേച്ചിയുടെയും ചേട്ടൻ്റെയും മകനെക്കുറിച്ച് വെച്ച് ഒന്നും വേണ്ട അവർക്ക്. ആ മകൻ അവരെ ഒന്ന് അന്വേഷിച്ചാൽ മാത്രം മതി, എങ്ങനെ അവൻ ഉണ്ടോ അല്ലെ ഇല്ലയോ, പോയി ഒരു നേരം ഒന്ന് നോക്കി കാണി, ഇത് മാത്രം അവരുടെ ആഗ്രഹം. അങ്ങനെ ഇരുന്നപ്പോൾ അതെല്ലാം കടന്നുപോയി, ഞാൻ മറന്നുപോയി. ഞാനിതെല്ലാം അങ്ങ് മറന്നുപോയി. ഉടമ്പടി ഈ നിയോഗങ്ങൾ പുതുക്കുമ്പോഴെല്ലാം നിയോഗം അവരുടെ വെക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വിചാരിച്ചു അമ്മ തരുമ്പോഴാകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ഈ വർഷം അവൻ പിന്നെ ലീവ് വന്നു കഴിഞ്ഞ് അമ്മയും അച്ഛനും എല്ലാവരും കൂടെ നല്ല ടൈംസിലായി, കുഴപ്പമൊന്നുമില്ല. അവൻ വീണ്ടും പോയി വിളിക്കും, പൈസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ അവരുടെ അച്ഛനൊരു അസുഖം വന്ന് വിമ്മിഷ്ടം, അതിന് കൊണ്ടുപോകാൻ ആശുപത്രി കൊണ്ടുപോയി അവൻ ട്രീറ്റ്മെൻറ്റ് നടത്തി, പൈസ കയ്യിൽ കൊടുത്ത് കുറച്ച്, എന്നിട്ട് പറഞ്ഞ് ഞാൻ പോയിട്ട് പൈസ അയച്ചു തരാം, വിഷമിക്കേണ്ട. കൂടാതെ എൻ്റെ വീട്ടിലെ എല്ലാ ഐശ്വര്യവും എൻ്റെ അമ്മയും എൻ്റെ അപ്പായുമാണ്, എൻ്റെ യേശു അപ്പച്ചനാണ്. എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നന്ദി പറയണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമായി എൻ്റെ അപ്പച്ചനോടും എൻ്റെ അമ്മയോടും. നിങ്ങളെല്ലാവരും ഇത് മനസ്സിലായി. ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ കൈവിടരുത്. നിങ്ങളോട് എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ അപ്പച്ചനെയും നമ്മുടെ അമ്മയും അപ്പച്ചനും നമുക്ക് വേണ്ടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. കണ്ടോ, റെഡിയായി നിൽക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും തരാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും മുറുകെ പിടിക്കുക. ദൈവത്തിന് സ്തുതി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ്. അതിലൊരു വിവാഹം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ച 2 പേരുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം പറയുന്നവരോടേറെ സ്നേഹത്തോടെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അത് നിയോഗം പ്രാർത്ഥനയിലാണ് നടന്നെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവരെയും കൂടി വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്. കാരണം അത് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമത്തേത്, ഇത് ഒരു ദൈവിക ഇടപെടണമെന്ന് ബോധ്യമുള്ളവർ ഇവിടെ ഫ്ലൈറ്റ് വരെ പിടിച്ച് വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം ആ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയും നേരം എനിക്ക് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കുറച്ച് സമയം താമസിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴും ഇല്ല ഇവർ പറഞ്ഞിട്ട്. അപ്പം അത്രത്തോളം ഒരു ദൈവാനുഭവമാണെന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു സോളിഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അതിപ്പോൾ അവസാനം പറയുന്നുണ്ടല്ലോ, ഈശോയും മാതാവും അപ്പച്ചനും അമ്മച്ചിയും നമ്മളെ കൈവിടത്തിൽ എന്ത് തരാനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു ജീവിതാനുഭവത്തിലൂടെ ലഭിക്കുന്നത്. പക്ഷേ ഈ ഉടമ്പടി ഒരു വ്യക്തിയെ സഹായിക്കുന്നത്
ഇങ്ങനൊരു ലൈഫ് എക്സ്പീരിയൻസിലേക്ക് എത്രയും വേഗം തന്നെ എത്തിച്ചേരാനായിട്ട് ഇത് സഹായിക്കും. അത് കാരുണ്യ പ്രവർത്തനവും മറ്റുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഈ മക്കളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ. അപ്പോൾ ദൈവം ശക്തമായ രീതിയിൽ ഇടപെട്ടു എന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളോട് സാക്ഷ്യം പറയുന്നുണ്ട്. ഇവിടെ സാക്ഷ്യം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്കും വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ പറയുന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളിലൊക്കെയും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യം എപ്പോഴും പറയും. ഇവിടെയും ഒരു കാല് മുറിക്കണം എന്ന് പറഞ്ഞൊരവസ്ഥയിൽ പോയി പ്രാർത്ഥിച്ചു എന്നും അതിനുശേഷം അത് പിറ്റേ പ്രാവശ്യം സൗഖ്യം. അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ വ്യക്തിപരമായിട്ടുണ്ടാകുന്നതിനോടൊപ്പം മറ്റ് കുറച്ചും കൂടെയൊക്കെ ഇതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. കാരണം അപ്പം അങ്ങനെ ഒരു വലിയൊരു അനുഭവം ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.